പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം, 6-ാം വാക്യം, 7-ാം വാക്യം, 8-ാം വാക്യം. നമ്മുടെ മൺപാത്രങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അത് പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ മൺപാത്രങ്ങളിൽ അമേൻ ആകുന്നു. അമേൻ അത് നമുക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. അമേൻ. അടുത്ത വാക്യം, ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ആമേൻ. ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിരാശപ്പെടുന്നില്ല. യേശുവിന്റെ ജീവൻ ഇപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ എന്തിരിക്കുന്നു? വെളിപ്പെടേണ്ടതിന്. അപ്പൊ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ആമേൻ ഈ ശരീരത്തിൽ എപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വഹിക്കുന്നു. ആമേൻ. കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. தமிழில் வராக வாசிக்கிறோம். ஆமென். இருளில் இருக்கின்ற வெளிச்சத்தை பிரகாசிக்க சொன்ன தேவன் இயேசு கிறிஸ்துவின் முகத்தில் தமது மகிமையின் அறிவாகிய ஒளியை தோன்ற பண்ணும் பொருட்டாக எங்கள் இருதயங்களிலே பிரகாசித்தார். இந்த மகத்துவமுள்ள வல்லமை எங்களால் உண்டாயிராமல் தேவனால் உண்டாயிருக்கிறது என்று விளங்கும்படி இந்த பொக்கிஷத்தை மண்பாண்டங்களிலே பெற்றிருக்கிறோம். எந்த பொக்கிஷத்தை நாம் மண்பாண்டங்களிலே பெற்றிருக்கிறோம் பிரியமானவர்களே? ஆமென். தேவனுடைய மகிமையுள்ள வல்லமையை நம்முடைய மண் பாத்திரங்களில் நாம் பெற்றிருக்கிறோம். அல்லேலூயா. எத்தனை ஆமென் சொல்ல முடியும்? அது தேவனால் உண்டாயிருக்கிறது, உங்களால் உண்டானதல்ல. இது யாரால் உண்டாயிருக்கிறது? தேவனால் உண்டாயிருக்கிறது. ஆமென். அடுத்தது வாசிக்கும் போது, நீங்கள் எந்த பக்கத்திலும் நெருக்கப்பட்டும் நாங்கள் என்ன செய்கிறது கிடையாது, ஒடுங்கி போகிறதில்லை, கலக்கம் அடைந்தும் மனம் முறிவு அடைவதில்லை, துன்பப்பட்டும் கைவிடப்படுகிறதில்லை, கீழே தள்ளப்பட்டும் நாங்கள் என்ன செய்கிறது கிடையாது. ஆமென். மடிந்து போகிறதில்லை. ஏனென்றால் கர்த்தராகிய இயேசுவின் ஜீவன் என்னும் எங்கள் சரீரத்தில் விளங்கும்படிக்கு இயேசுவின் மரணத்தை எப்பொழுதும் எங்கள் சரீரத்தை நாங்கள் என்ன செய்கிறோம்? சுமந்து திரிகிறோம். எத்தனை பேருக்கு இந்த வசனம் புரிகிறது? முதலாவதாக എത്ര പേർക്ക് ഈ വചനം മനസ്സിലായി? ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചുമക്കുന്ന മഹത്വം, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളുടെയല്ല, സ്വർഗ്ഗത്തിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്ന മഹത്വമായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതാ കർത്താവിന്റെ വചനം വായിച്ചത്. ആമേൻ. ഇരുളിൽ ഇരിക്കുന്ന 6-ാം വാക്യം, ആമേൻ, ഇരുളിൽ കിടന്ന പല വിഷയത്തിന്മേൽ ഇരുളിൽ നിന്ന് വെളിച്ചം ചെയ്തു പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള യേശു ക്രിസ്തുവിൻ മുഖത്തിലുള്ള ദൈവ തേജസ്സിനെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഇപ്പോൾ ആദ്യം യേശു ക്രിസ്തുവിൽ മുഖത്തിരുന്ന പ്രകാശം, ആമേൻ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. ആമേൻ. ആ പ്രകാശം, ആമേൻ, ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒത്തിരി സെൻസിറ്റീവായിട്ട് എടുക്കണം. പരിശുദ്ധാത്മാവിന്റെ മികവും നാം என்ன ചെയ്യണം? നാം സെൻസിറ്റീവ് ആയിരിക്കണം. ഈ പ്രാപിച്ച ഈ മഹത്വം, ഈ പ്രാപിച്ച മൺകൂടാതെ പ്രാപിച്ച മഹത്വം, ആമേൻ, കടന്നു വരുന്നത് അറിയാം, പക്ഷെ നിങ്ങൾ വിട്ടു പോകുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. എത്ര പേര് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് പലരും, ആമേൻ, പല സഭകളിലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ നഷ്ടപ്പെട്ടവർ ഒത്തിരി കേസുകൾ എനിക്കറിയാം. ആമേൻ. ഹല്ലേലൂയ. മഹത്വം നഷ്ടപ്പെട്ടവരുടെ ശുശ്രൂഷകൾ എന്താണെന്ന് അറിയാം. പ്രിയപ്പെട്ടവരെ, മഹത്വം നഷ്ടപ്പെട്ടു പോകുവാനല്ല, ഈ മഹത്വത്തെ ചുമക്കുന്ന മൺപാത്രങ്ങളായി കർത്താവിന്റെ നാളിൽ ആ ജീവൻ വെളിപ്പെടുവാൻ വേണ്ടി, ആമേൻ, മഹത്വത്തെ ചുമക്കുന്ന ദൈവജനമായി കാലങ്ങളിൽ മാറട്ടെ. ആമേൻ. നിങ്ങൾ എല്ലാവരും മഹത്വത്തെ ചുമക്കുന്നവരായി മാറട്ടെ. ഈ മഹത്വത്തെ മറന്നു പോകുന്ന ജീവിതം നമുക്ക് വേണ്ടാമെന്ന്, ആമേൻ, അതിന് തടസ്സമായി നിൽക്കുന്ന ഏത് അനുഭവങ്ങളാകട്ടെ നമ്മൾ വീട്ടിൽ മാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരെ, ആമേൻ, പൗലോസ് എഴുതുവാനുള്ള കാരണം, இந்த பவுல் எழுதுவதற்கான காரணம், ஆமென், கர்த்தருடைய மகிமை, ஆமென், இயேசு கிறிஸ்துவின் முகத்திலிருந்து பிரகாசித்த மகிமையை அந்த பரிசுத்த ஆவியானவரை உங்கள் இதயங்களில், உங்களுடைய மண் கூடாரங்களில், மண் பாத்திரங்களில் நீங்கள் பெற்றிருக்கிறீர்கள்.
ஆமென். அப்ப பெற்றிருக்கிற இந்த மண் பாத்திரத்துல மண்பானை பெற்றிருக்கிற நீங்கள் எப்பக்கத்தில் நெருக்கப்பட்டும் நான் என்ன செய்கிறது கிடையாதாம், ഒടുങ്ങി പോകുന്ന പരിശുദ്ധാത്മ മഹത്വം ഉള്ളവർ എല്ലാവരും എത്ര പ്രശ്നം വന്നാലും ആമേൻ, ആ പ്രശ്നം വന്നാലും ആ നിരക്കുകൾ വന്നാലും ആമേൻ, അവരുടെ മുഖം എപ്പോഴും റിഫ്രഷ് ആയിരിക്കും. ബിക്കോസ് അകത്ത് വ്യാപരിക്കുന്നത് മനുഷ്യന്റെ ശക്തിയല്ല, അകത്ത് വ്യാപരിക്കുന്ന സ്വർഗത്തിന്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. ആമേൻ. എത്ര പേര് ആമേൻ പറയുവാൻ കഴിയുന്നുണ്ട്? ആമേൻ. ഞങ്ങൾ ഏപ്പക്കത്തിലും ഏത് വിഷയത്തിലും ഞങ്ങൾ ആമേൻ നെരുങ്ങിയാലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല. 8-ാം വാക്യം വായിക്കുന്നു. ആമേൻ. ആമേൻ. ഞങ്ങൾ സകലത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ആമേൻ. നമുക്ക് ഇടുക്കമൊക്കെ അകത്ത് വരുന്നെങ്കിൽ ആമേൻ, ചില അഭിഷേകത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെട്ടാട്ടെ ഈ കാലങ്ങളിൽ. ആമേൻ. ആമേൻ. ചില ഇടുക്കமான അനുഭവങ്ങൾ ഹൃദയത്തിൽ അനുഭവിக்கிறோம் என்றால் தேவனை துதித்து ஆராதித்து ஆமேன் தேவனுடைய பலத்தை ഈ காலங்களில் பெற்றுக்கொள்வோம். ஆமேன். அது ஆண்டவர் சொல்கிறது, நாங்கள் எப்பக்கத்திலும் நெருக்கப்பட்டாலும் நாங்கள் என்ன செய்ய மாட்டோம். சொல்லுங்க, வார்த்தை சொல்லுங்க. நாங்கள் ஒடுங்கி போக மாட்டோம். ஆமேன். நாங்கள் என்ன செய்ய மாட்டோம், ஒடுங்கி போக மாட்டோம். ஒதுங்கி போகிற அனுபவம் என்றால் தேவனுடைய மகிமைக்கு ஏதோ ஒரு பிரச்சனை உள்ளே வந்திருக்கிறது. ஹல்லேலூயா. നമ്മൾ ഒതുങ്ങത്തില്ല. ആമേൻ. പൗലോസിനും ശീലാവിനെയും ആമേൻ ആമേൻ ശീലാസിനെയും ആമേൻ കാരാഗൃഹത്തിൽ ഇട്ടപ്പോൾ ആമേൻ അകത്തിരുന്ന മഹത്വം ചുമ്മാതിരുന്നില്ല. ആമേൻ. രാത്രിയായാലും ആ മഹത്വം, ക്രിസ്തുവിന്റെ മഹത്വം അവരുടെ വെളിപ്പെട്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ ദിനം ദിനം ചുമക്കുന്നത് ഭാരമല്ല, അവർ ചുമന്നുകൊണ്ട് നടക്കുന്നത് തങ്ങളെ നാളെ എന്താകുമെന്നോ ആ വിഷയമല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചുമക്കുന്നത് കർത്താവിന്റെ മഹത്വമായിരുന്നു. ആമേൻ. മഹത്വം അകത്ത് കടന്നു വന്നാൽ കാരാഗ്രഹമോ ചങ്ങളയോ നമുക്ക് വിഷയമല്ല. ഏത് ഞെരുക്കങ്ങൾ കടന്നു വന്നാലും ആമേൻ രാവിലെ ആകുമ്പോൾ അവർ പുതുബലത്തോടെ എഴുന്നേൽക്കും. എത്ര പേർ ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആമേൻ. അവർ ആമേൻ പൗലും സീലാവും കരങ്ങളിലെ ആമേൻ சங்கிலியாலே கட்டப்பட்டு பலவீனப்பட்டிருந்தபோதும் இந்த மகிமையை சுமந்து கொண்டிருக்கிற பவுல் சொல்லுகிறார், நாம் எல்லாரும் என்ன செய்யலாம், ஜெபித்து தேவனை ஆராதிக்கலாம். ஆமென். அந்த அனுபவத்தோடு இருக்கிற அவர் சொல்லுகிறார், ஆமென், நாங்கள் ஆராதித்த போது ஆமென் திறக்கப்பட வேண்டிய சிறைசாலையோட கதவுகள் திறக்கப்பட்டது. ஆமென். கெட்டி இருக்கிற ஆமென் சில சங்கிலிகள் ஆமென் அவிழ்ந்தது. പ്രിയമാനവர்களே, അപ്പോൾ ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പണിയുവാൻ ആഗ്രഹിച്ചാൽ ഏത് ശത്രുവിന്റെ ബന്ധനങ്ങളും നിങ്ങളകത്ത് കടന്നു വന്നാലും അത് അതിനെ ജയിക്കയില്ല. എത്ര പേർ ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആമേൻ. ആമേൻ. കൈ ബന്ധിക്കപ്പെട്ടതും ആമേൻ കാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ പൗലോസും ശീലാസും അകത്തേ ഇരിക്കുന്ന മഹത്വം ആമേൻ ബന്ധനത്തെ അല്ല നോക്കിയത്, അകത്തേ ഇരിക്കുന്ന മഹത്വം, സ്വർഗത്തിന്റെ ഓപ്പൺ ഡോറിനെ ആമേൻ കാരാഗ്രഹത്തെ തുറക്കുന്ന കർത്താവിന്റെ ശക്തിയെ ആമേൻ അവർ അകത്തിരുന്ന മഹത്വം തുറന്നു. പ്രിയപ്പെട്ടവരെ, അവർ ചുമന്നത് ഭാരങ്ങളെയല്ല, ശരീരവേദനയല്ല. നല്ല അടി വാങ്ങിച്ചു, രാവിലെ നല്ല അടി വാങ്ങിച്ച കാരാഗ്രഹത്തിൽ കിടക്കുന്നത് ഈ കിടക്കുന്ന പൗലോസും ശീലാസും ആ വേദനയോട് കർത്താവിനെ ആമേൻ നാവ് കൊണ്ട് ഉയർത്തി 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 പാടി ഒരു പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആമേൻ അവർ ചോദിച്ചില്ല ബന്ധനം അഴിയണമെന്ന്, അവർ ചോദിച്ചില്ല കാരാഗ്രഹങ്ങൾ ഓപ്പൺ ആകണമെന്ന്. ആമേൻ. അവർ ചോദിക്കാതെ തന്നെ ഓപ്പണായ ചില മതിലുകളെ കർത്താവിന്റെ മഹത്വം ചുമക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി കർത്താവ് ഒരുക്കുമെന്ന ഈ കാലങ്ങളിൽ ഈ ഉപവാസത്തിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ബലത്തിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആലോചന പറയുന്നു. ഹല്ലേലൂയ. ஆமென். உன்னுடைய நிலைமை எந்த நிலைமையாக இருந்தாலும் ஆமென் தேவனுடைய மகிமையை நீ சுமந்து கொண்டிருக்கிறாயா? ஆமென். உனக்குள்ளாக இருக்கிற எந்த ஒரு ஆமென் நம்மை சிறைசாலையின் அனுபவமாக இருந்தாலும் கர்த்தருடைய மகிமை அதற்குள்ளாய் கடந்து வரும். ஆமென். உனக்குள்ளாக மகிமை இருந்தால் ஆமென் உனக்காக திறக்கப்பட வேண்டிய வாசல்களை பரலோகமே உனக்காய் வந்து திறக்கும் என்று கர்த்தருடைய வசனம் சொல்லுகிறது. எத்தனை பேர் ஆமென் சொல்ல முடியும்? ആമേൻ. അപ്പോൾ മഹത്വം ചുമക്കുന്ന ജനം അവിടെ വീടിനോ അവിടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വിടുതൽ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന എല്ലാവർക്കും വിടുതലാണ്. ആമേൻ. மகிமையை சுமக்கிற தேவனுடைய பிள்ளைகள் ஆமீன் ஆமீன் அவர்கள் ஜெபித்து அவர்கள் ஆராதித்து அவர்கள் அந்த மகிமையை வெளிப்படுத்தும் பொழுது அவர்களுக்கு மட்டும் விடுதலை கிடைக்கிறது கிடையாது, சிறைசாலையில இருக்கிற எல்லாரும் விடுதலை பெற்றுக் கொண்டார்கள். ஆமென். ഹല്ലേലൂയ. ആമേൻ. കാരാഗ്രഹത്തിൽ കിടന്ന എല്ലാവരും എന്ത് ചെയ്തു? വിടുവിക്കപ്പെട്ടു. എല്ലാവരുടെ കഥകളും എന്ത് ചെയ്തു? തുറന്നു. ഈ കാലങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ. നിങ്ങൾ ആരാധിക്കുമ്പോൾ ഓപ്പൺ ആകേണ്ട ഔട്ടർ ഡോറും കർത്താവ് നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിടുവിക്കപ്പെടേണ്ട ദൈവജനം വിടുവിക്കപ്പെടുവാൻ വേണ്ടി കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന തന്റെ ജനം വിടുവിക്കപ്പെട്ടു വരുവാൻ വേണ്ടി ഈ കാലങ്ങളിൽ കർത്താവ് ആമേൻ മഹത്വം ചുമക്കുന്ന തന്റെ ജനമുഖാന്തരത്തിൽ കർത്താവ് ഈ കാലങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്നു. ആമേൻ ആമേൻ. എത്ര പേർ സ്വന്തം ജീവൻ കഴിയുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. നീ ചുമക്കുന്ന മഹത്വം ആമേൻ ആമേൻ സ്വർഗ്ഗത്തിലെ മഹത്വം പ്രിയപ്പെട്ടവരെ. ആമേൻ ആമേൻ ആമേൻ.
ആമേൻ ചുമക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ കാലങ്ങളിൽ ചുമന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ யாரை சுமந்து கொண்டிருக்கிறீர்கள் என்றால் இயேசு கிறிஸ்து எனக்காக மரித்தார் என்கிற அனுபவத்தை நீங்கள் எல்லாரும் சுமந்து கொண்டிருக்கிறீர்கள். ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോ നിങ്ങളിൽ ആമേൻ ലോകത്തെ ജീവനല്ല, ആമേൻ ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ இப்போது உலகத்தினுடைய ஜீவன் அல்ல, இப்போ இயேசு கிறிஸ்துவினுடைய ஜீவன் உங்களுக்குள்ள ஆமேன் நடந்து கொண்டிருக்கிறது. என்ன இயேசு கிறிஸ்துவினுடைய ஜீவன் என்று சொல்வது? ஆமேன் அது புனிதத்துவமான சக்தியாக இருக்கிறது பிரியപ്പെട്ടവரே. ആമേൻ ഇല്ലാതെ ഉളവാക്കുന്നതും ആമേൻ 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 ഏത് അനുഭവം നഷ്ടപ്പെട്ടാലും നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ആമേൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തിയാ നമ്മളിൽ വ്യാപരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് പൗലോസ് ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം ഈ മഹത്വം വെളിപ്പെട്ടപ്പോൾ ആമേൻ പൗലോസ് മുഖാന്തരത്തിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ പൗലോസ് മുഖാന്തരത്തിൽ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റിയത്. ആമേൻ. தேவனுடைய மகிமையை சுமக்கிற இந்த பவுல் நடந்து செல்லும் பொழுது தேவன் செய்வதற்கு ஆமேன் விருப்பப்படுகிற சகல அனுபவங்களையும் தேவன் அவர் மூலமாக செய்வித்தார். ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വരുന്ന തലമുറകളെ ആമേൻ നശിപ്പിച്ച് കളയുമെന്ന് ആമേൻ ശത്രു പദ്ധതി ഇടുമ്പോൾ ഈ കാലങ്ങളിൽ തലമുറകളെല്ലാം മഹത്വത്തിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. എഴുന്നേൽക്കാൻ റെഡിയാണോ? ആമേൻ ഉയർത്തുവാൻ കർത്താവ് റെഡിയാ. ഹല്ലേലൂയ. സമർപ്പിക്കാൻ റെഡിയാണോ? ഉയർത്തുന്ന കർത്താവിന്റെ കരം നിന്റെ മക്കളുണ്ട്. ഹല്ലേലൂയ. എത്രപേർ சொல்ல முடியும்? ആമേൻ നിങ്ങൾ ഒപ്പുകൊടുക്കുന്നതിന് തയ്യാറാ? ആമേൻ മகிமையின் மண்குடாரத்தை சுமந்து கொண்டிருக்கிறேன், இயேசுவின் ஜீவனை சுமந்து கொண்டிருக்கிறேன். அதான் எந்த ஒரு நெருக்கத்திலும் எந்த ஒரு பாரியத்திலும் நெருக்கப்பட்டாலும் அதில் நான் ஒடுங்கி போவதில்லை என்று சொல்லி எத்தனை பேர் சொல்ல முடியும்? നമ്മൾ ഒതുങ്ങത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ എടുത്ത് ജയിച്ച മുന്നേറി പോകുന്ന നാളുകളായി കാലങ്ങൾ നമ്മുടെ കുടുംബത്തിന്മേലും നമ്മുടെ വ്യക്തിപരമായ വിഷയത്തിന്മേലും ആമേൻ എല്ലാ യൂത്തുകളുടെ വിഷയത്തിന്മേലും സഭയുടെ വിഷയത്തിന്മേലും കർത്താവ് ചെയ്യുന്ന നാളുകളായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർ പറയുന്നുണ്ട് ക്രിസ്തു വെളിപ്പെടുന്ന നാളിൽ കർത്താവ് എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന മഹത്വത്തിന്റെ ജീവൻ എന്നെ ക്രിസ്തുവിന്റെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകൂ. இப்போது ஆண்டுடைய சமூகத்தில் இருந்து நீங்கள் பெற்றுக்கொண்டிருக்கிற கர்த்தராகிய இயேசுவுடைய ஜீவன் 10ஆம் வாக்கியம் கர்த்தராகிய இயேசு கிறிஸ்துவின் ஜீவன் உங்கள் சரீரத்தில் விளங்கும்படிக்கு இயேசுவின் மரணத்தை எப்போது நீங்கள் உங்கள் சரீரத்தில் என்ன செய்து கொண்டிருக்கிறீர்கள்? യേശുവിന്റെ മരണത്തെ നിങ്ങൾ എപ്പോഴും ചുമന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പാപത്തെ കുറിച്ചുള്ള ഇല്ലെങ്കിൽ പാപം ചെയ്യുവാനുള്ള ഉണർവ് നിങ്ങൾക്ക് വരത്തില്ല. ആമേൻ. മഹത്വത്തെ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും ആമേൻ നമ്മുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പാപം എന്ന് പറയുന്നത്. പാപം അകത്ത് കയറിയാൽ വിശുദ്ധീകരണം കടന്നു പോകും. വിശുദ്ധി ആമേൻ ഇല്ലാത്ത സ്ഥലത്ത് മഹത്വം നിൽക്കത്തില്ല. ഞാൻ ഓപ്പണായിട്ട് സഭയോട് പറയാം, വിശുദ്ധി ഇല്ലാത്ത സ്ഥലത്ത് മഹത്വം നിൽക്കത്തില്ല. ഒന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ മഹത്വം വിശുദ്ധിയുള്ള സ്ഥലത്തിരിക്കും, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ലെഫ്റ്റ് ഔട്ട് ആവും. നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ലെഫ്റ്റ് ഔട്ട് ആവുന്നത് പോലെ കർത്താവിന്റെ ലെഫ്റ്റ് ഔട്ട് നമ്മുടെ ഇടയിൽ സംഭവിക്കും. എത്ര പേർക്ക് അത് വേണ്ടാമെന്ന്, എത്ര പേർ പെർമനന്റിലേക്ക് ഈ വിശുദ്ധിയിലേക്ക് വേണ്ടി എത്ര പേര് ഏൽപ്പിക്കുന്നു? പരിശുദ്ധത്തിക്കാக എത്ര പേർ விருப்பப்படுகிறீர்கள்? பரிசுத்தம் இல்லாதஇடத்தில் தேவன் என்ன செய்ய மாட்டார்? மகிமையில் உட்கார மாட்டார். அவர் உங்களை விட்டு போய்விட்டார். ஆமென். அப்படி பரிசுத்தத்தில் ஏதேனும் നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ആമേൻ. വിശുദ്ധിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലങ്ങളിൽ ഒരു ടേൺ ബാക്ക് ഈ ഉപവാസത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നഷ്ടമായ മഹത്വം, നഷ്ടമായ അനുഭവങ്ങളുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവങ്ങൾ ആത്മീയമായ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാലങ്ങളിൽ പുതുക്കം പ്രാപിച്ച് കഴുകനെ പോൽ ഉയരെഴുന്നേൽക്കുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു പോകാം. ആമേൻ ഹല്ലേലൂയ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓർക്കണം. ആമേൻ. ഈ മൺപാത്രം ഒരു പാരയും യൂസ് ഇല്ല, പക്ഷെ യൂസ് ഇല്ലാത്ത മൺപാത്രത്തിലെയാണ് കർത്താവ് മഹത്വം കൊണ്ട് നിറച്ചിരിക്കുന്നത്. இந்த கையில செய்யப்பட்டிருக்கிற இந்த மண்கூடாரம் ஆமென் எந்த காரியத்துக்கு உபயோகம் இல்லை. இந்த மண்கூடாரத்தில் உள்ள தேவனுடைய மகிமை தேவன் நமக்காக இறக்கி இருக்கிறார். எத்தனை பேர் சொல்ல முடியும்? ஆண்டவரே, இந்த மகிமையை நஷ்டப்படுத்துவதற்கு நான் விருப்பப்படவில்லை. ஆமென் ஆமென். அதான் அப்போஸ்தலன் பவுலோஸ் ஆமென் പറയുന്നത് ആமெൻ 15ആം വാക്യം 16ആം വാക്യം വായിച്ചാട്ടെ. അതിനുള്ളിൽ 12ആം വാക്യം വായിച്ചാട്ടെ. 12ആം വാക്യം വായിച്ചാട്ടെ. ഞങ്ങളിൽ മരണവും അപ്പോൾ നിങ്ങളിൽ എന്ത് വ്യാപരിക്കുന്നു? അപ്പൊ ക്രിസ്തുവിന്റെ മരണം നിങ്ങളിൽ വ്യാപരിച്ചാൽ കേൾക്കുന്നവർക്ക് ക്രിസ്തുവിൻ ജീവൻ വ്യാപരിക്കും. இயேசுவின் மரணத்தை நீங்கள் சுமப்பதற்கு தயாரானால் நீங்கள் பேசும்போது கிறிஸ்துவின் ஜீவன் மற்றவர்களுக்கு கொண்டு போய் கொடுப்பீர்கள். ഇന്ന് എന്തുകൊണ്ടാണ് പല സുവിശേഷം പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞ എന്തുകൊണ്ടാണ് ആമേൻ വിടുതൽ നടക്കാത്തത്? ആമേൻ. ചിലർക്ക് ഒരു സുവിശേഷം പറയുമ്പോഴേ ആമേൻ വിടുതൽ സംഭവിക്കുന്നു. ആമേൻ. ആ ദേവദാസന്മാരുടെ സ്പെഷ്യൽ ഞാൻ പറയട്ടെ, അവരെപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തെ തന്റെ ഹൃദയങ്ങളിൽ ചുമന്ന് ആ പൺപാത്രം ചുമന്ന മഹത്വം കൊണ്ട് അവർ സംസാരിക്കുമ്പോൾ അവർ വായിൽ നിന്ന് പുറപ്പെടുന്നത് ആമേൻ മരണത്തിന്റെ ശബ്ദമല്ല, ജീവന്റെ ശബ്ദം അവിടെ പുറപ്പെടുന്നു.
അവൻ ജീവൻ കൊടുക്കുന്ന ശബ്ദം പുറപ്പെടുന്നു. അവൻ പുറപ്പെട്ടപ്പോൾ ജീവനില്ലാത്ത അനുഭവങ്ങളെല്ലാം ജീവൻ പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്ര പേർ சொல்ல முடியும்? ജീവനില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ജീവൻ കൊടുക്കുന്ന ദൈവത്തിന്റെ കരം നമുക്കുള്ളായി കടന്നു വരപ്പോകുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ വായിച്ച് നമുക്ക് വരുമ്പോൾ അവൻ 15-ാം വാക്യം വായിച്ചത് 15 verse 15. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? അധൈര്യപ്പെടാതെ. ആമേൻ. ഇപ്പോൾ പൗലോസ് പറയുക, ഞങ്ങൾക്ക് കാരാഗ്രഹമായാലും പുറമേ ഇരിക്കുന്ന മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകത്തെ മനുഷ്യൻ പ്രാപിച്ചിരിക്കുന്ന ഈ മഹത്വം വായിച്ചട്ടെ. ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ എന്ത് ചെയ്യും? പുതുക്കം പ്രാപിച്ച് ആമേൻ നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങളെല്ലാം ആമേൻ തേജസ്സിന് നിത്യകാലം കിട്ടുവാൻ വേണ്ടി ആമേൻ. എത്ര പേർ കരങ്ങൾ സ്വന്തം ചെയ്യാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഈ നൊടിനേരത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന ഈ ശരീര കഷ്ടങ്ങളെല്ലാം കർത്താവിന്റെ വരെ വരുമ്പോൾ ഇതെല്ലാം മാറി നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ജീവനിലേക്ക് പ്രവേശിക്കും. ആമേൻ. ഇത് പുറമേ ഇരിക്കുന്ന മനുഷ്യൻ ഉപവസിച്ച് ക്ഷയിച്ചു പോയാലും അകത്തേ ഇരിക്കുന്ന മനുഷ്യൻ ബലപ്പെടുന്ന നാളുകളാ പ്രിയപ്പെട്ടവരെ. ആമേൻ. പുറമ്പാകെ இருக்கிற மனுஷன் இந்த உபவாசம் செய்து ஆமீன் சோர்ந்து போகிற அனுபவங்கள் கடந்து போனாலும் உள்ளார்ந்த மனிதன் இப்பொழுது ஆண்டவர் சொல்கிறது நாளுக்கு நாள் நாளுக்கு நாள் நாளுக்கு நாள் புதிதாக்கப்படுகிற அனுபவங்களா இருக்கிறது. ആമേൻ. ഒരു പുതിയ ഒരു അനുഭവം ആർക്കാ കിട്ടുന്നത്? ശരീരത്തിനല്ല, നിന്റെ അകത്തേ ഇരിക്കുന്ന മനുഷ്യന് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഈ അകത്തേ ഇരിക്കുന്ന മനുഷ്യന് ദിനം ദിനം ഒരു പുതുക്കം പ്രാപിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ, ആമേൻ, നീ കൽപ്പിച്ചാൽ, ആമേൻ, നീ മറ്റോട് സംസാരിച്ചാൽ, ആമേൻ, പുറപ്പെടുന്നത് മരണമല്ല, പുറപ്പെടുന്നത് ജീവനായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കഷ്ടങ്ങൾ പറയുന്നവരാണോ അവരുടെ ആമേൻ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കാതെ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ജീവനെ അവർക്ക് കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവൻ നെരുക്കത്തിൽ ഇരിക്കുന്നവരോട് അവൻ നെരുക്കത്തിൽ ആശ്വാസം പറഞ്ഞ് അവൻ അങ്ങനെ വിടാതെ നിങ്ങളുടെ അകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന മഹത്വത്തിന്റെ ജീവനെ അവരുടെ കൊടുപ്പാൻ ഈ കാലങ്ങളിൽ സഭ തയ്യാറാകട്ടെ. சோர்ந்து போகிறவர்களை பார்த்து சோர்வில் ஆறுதல் மட்டும் கொடுக்காமல் உங்களுக்குள்ளாக தேவன் கொடுத்திருக்கிற அந்த ஜீவனுடைய பலத்தை உங்கள் வாயினால் அவர்களிடத்தில் சொல்லும் பொழுது ஜீவன் இல்லாத விஷயத்துக்கெல்லாம் தேவன் ஜீவன் கொடுப்பதற்கு உண்மையுள்ளவராய் இருக்கிறார். ஹல்லேலூயா. ഹല്ലേലൂയ. ആമേൻ. ഈ കാലങ്ങളിൽ ആമേൻ സഭ അകത്തെ ഇരിക്കുന്ന മനുഷ്യനെ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്ന നാളുകളായി കാലങ്ങൾ മുന്നോട്ട് കടന്നു പോകട്ടെ. എത്ര പേർ അതിനു വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതാ പൗലോസിന്റെ ആമേൻ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആമേൻ 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 11-ാം വാക്യം ആമേൻ 1-2 കൊരിന്ത്യർ ആമേൻ 4-ാം അധ്യായത്തിൽ 11-ാം വാക്യം എഴുതിയിരിക്കുന്നു. ആമേൻ 11-ാം വചനം നാം തമ്മിൽ വാസിக்கிறேன். ആമേൻ. ഹല്ലേലൂയ. எப்படியில் சகோக்கிரமான எங்கள் மாம்சத்தில் இயேசுவுடைய ஜீவனும் விளங்கும்படிக்கு உயிரோடு இருக்கிற நாங்கள் எப்பொழுதும் இயேசுவின் நிமித்தம் மരണത്തിற்கும் ഒപ്പ് കൊടുക്കപ്പെടുகிறோம். ഹല്ലേലൂയ. അവൻ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ വായിച്ചാട്ടെ മധ്യശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം ആമേൻ. യേശു നിമിത്തം ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ യേശു നിമിത്തം മരണത്തിന് വരെ ഞങ്ങൾ എഴുതിയിരിക്കുന്നു, ഏൽപ്പിക്കപ്പെടുന്നു. അതാണ് പൂർണ്ണമായിട്ട് സമർപ്പണം എന്ന് പറയുന്നത്. യേശുവിന് വേണ്ടി മരിപ്പാനും ഞങ്ങൾ റെഡിയാണെന്നുള്ള ആമേൻ ആ അനുഭവമാ പൗലോസ് പറയുന്നത്. അതാ ആമേൻ അകത്തേരിക്കുന്ന വിശ്വാസം കാരാഗ്രഹത്തെ തുറന്നത്. ഹല്ലേലൂയ. ഇങ്ങനത്തെ വിശ്വാസത്തിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ ക്ഷയിച്ചു പോകത്തില്ല, നിങ്ങൾ ഒതുങ്ങി പോകത്തില്ല. നിങ്ങൾ നാൾക്ക് നാൾ നാൾക്ക് നാൾ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് ഈ കാലങ്ങളിൽ കഴിവുകളെ പോലെ ആമേൻ ഹല്ലേലൂയ ആമേൻ നിങ്ങൾ ഉയരം പറക്കുന്ന അനുഭവങ്ങളായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. இந்த காலங்களிலே பலவீனப்பட்டு போவதற்கல்ல, ஒடுக்கப்பட்டு போவதற்கல்ல, இந்த காலங்களிலே நீங்கள் கர்த்தருடைய பலத்தை பெற்றுக்கொண்டு உள்ளான மனுஷன் தினம் 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 புதிதாக புதிதாக மாறி மாறி புதிதாக்கப்பட்டு நாளுக்கு நாள் புதிதாக்கப்பட்டு அவன் கைகளை போல உயர சட்டைகளை அடித்து பறக்கிற ஒரு അനുഭവം தேவன் കൊടുக்க போகிறார். എത്ര പേർ ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് ചിന്താകളും നമ്മുടെ
ചെയ്യിപ്പാൻ കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നു, ഈ മഹത്വത്തെ നമ്മൾ പ്രാപിച്ചിരിക്കുമ്പോൾ ഈ മഹത്വം സകലത്തിലും ജയിക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. യേശുവിന്റെ മരണത്തെ നിങ്ങൾ ചുമക്കുന്നവരായി, ക്രിസ്തുവിന്റെ ജീവനെ മറ്റവർക്ക് കൊടുക്കുന്നവരായി, ഈ സ്നേഹത്തിൽ നടക്കുന്നവരായി, വിശുദ്ധിയിലും വേർപാടിലും ഈ മഹത്വം നഷ്ടപ്പെടാതെ വണ്ണം മുന്നോട്ട് പോകുന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങൾ പോകുവാൻ തയ്യാറാണെങ്കിൽ ഈ മഹത്വത്തിന്റെ അളവിനെ കർത്താവ് വർദ്ധിപ്പിച്ചു തരും. ஹல்லேலூயா. ஆமென். உங்களுக்கு தேவன் கொடுத்திருக்கிற இந்த பரிசுத்த ஆவியானுடைய மகிமையை உங்கள் மண் பாத்திரங்களில் நீங்கள் பெற்றிருக்கும் பொழுது, இந்த காலங்களில் ஆமென் அனுபவத்தோடு நீங்கள் கடந்து போகும்போது ஆண்டவர் சொல்லுகிறார், நீங்கள் கழுகுகளைப் போல உயர செட்டைகளை அடைத்து நீங்கள் எழும்ப போகிறீர்கள். எந்த ஒரு காரியமும் உங்களை அலட்டாது, பலவீனப்படுத்தாது. நீங்கள் எல்லா விதத்திலும் உயர்ந்து இருக்கிற அனுபவங்களிലേക്ക് தேவன் கொண்டு போகிறார். சொல்ல முடியுமா? இந்த நெருக்கங்கள் ஒன்றும் என்னை தொடாது. ஆமென். ஹல்லேலூயா. ஆமென். ஜீவனில் பிரகாசித்து இருக்கிறது. ஆமென். அதனால நாங்கள் எப்பக்கத்தில் நெருக்கப்பட்டாலும் ஒடுங்கி போகிறதில்லை, கலக்கம் அடைந்தும் மனம் முறிந்து போவதில்லை, துன்பப்படுத்தப்பட்டும் கைவிடப்படுகிறதில்லை, கீழே தள்ளப்பட்டும் மடிந்து போகிறதில்லை. ஆமென். மலையாளத்தில் വായിച്ചാട്ടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 8-ാം വാക്യം 9-ാം വാക്യം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും, എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾ ഇടുങ്ങിയിരിക്കത്തില്ല. എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾ ഇടുങ്ങിയിരിക്കത്തില്ല എങ്കിലും, എല്ലാവരും പറഞ്ഞ ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുകയില്ല. പറഞ്ഞാൽ പോരാ. ആമേൻ. നിരാശയില്ലാതെ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്തത് എങ്കിലും വായിച്ചാട്ടെ. പറഞ്ഞാട്ടെ. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഉപേക്ഷിക്കപ്പെടുന്നില്ല. വായന കറങ്ങി ചോദിച്ചാട്ടെ. ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടത്തില്ല. ആമേൻ. അടുത്തത് വീണ് കിടക്കുന്നവരെങ്കിലും. ആമേൻ. ശത്രു പറഞ്ഞു വീണുവെന്ന് ആമേൻ നമ്മൾ പറയുന്നു, ഇല്ല, ഞങ്ങൾ വീണ് പോയവരായാലും നമ്മൾ പറയണം. ആമേൻ. ഹല്ലേലൂയ. എങ്കിലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? നശിച്ചു പോകുന്നില്ല. പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളോട് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ നശിച്ചു പോകുന്നില്ല. നിങ്ങൾ വീണവരാണെന്ന് സാത്താൻ പറയുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ നശിച്ചു പോകുന്നില്ല. ஆமென். நீ விழுந்து விட்டாய் என்று ஆமென் சத்ரு சொல்லும்போது ஆண்டவர் சொல்லுகிறார், ஆமென், நீ கீழே தள்ளப்பட்டு மடிந்து போனாய் என்று சொல்லும்போது ஆண்டவர் சொல்றார், நீ மடிந்து போவதில்லை. வாய் சொல்லலாம், நீ மடிந்து போக மாட்டாய். நான் விழுந்தாலும் எழுந்திருப்பேன், நான் വീണാലും എഴുന്നേൽക്കും. കർത്താവിന്റെ മഹത്വം എന്മേൽ നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണുകളെ മൂടി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ മഹത്വത്തിന്റെ അളവ് ഈ